അതിർത്തിയിൽ 48 മണിക്കൂറിനിടെ നടന്ന 2 സൈനിക നടപടിയിൽ 6 പാക് ഭീകരവാദികളെ വധിച്ചതായി ഇന്ത്യൻ സൈന്യം. ഭീകരതയ്ക്കെതിരായ ഓപ്പറേഷൻ ത്രാൽ വിജയകരമെന്ന് സുരക്ഷാ സേന അറിയിച്ചു. 3 സേനകളും സംയുക്തമായി നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് സൈനിക നടപടികളുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടത്. കശ്മീർ താഴ്വരയിൽ ഭീകരപ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് എല്ലാ സുരക്ഷാ സേനകളും അവരുടെ തന്ത്രങ്ങൾ അവലോകനം ചെയ്തത്. തുടർന്ന് ഓപ്പറേഷനുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനമായി. കെല്ലർ, ഷോപ്പിയാർ, ത്രാൽ മേഖലകളിൽ നടന്ന ഏറ്റുമുട്ടലിൽ 6 ഭീകരർ കൊല്ലപ്പെട്ടുവെന്ന് സൈന്യം അറിയിച്ചു. സൈന്യവും CRPFും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ഭീകരരെ വധിച്ചത്. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ സേനകൾ നടത്തിയ ഓപ്പറേഷൻ വിജയകരമായിരുന്നുവെന്നും കാശ്മീർ താഴ്വരയിലെ ഭീകരരെ ഇല്ലാതാക്കാൻ സേനകൾ പ്രതിജ്ഞാബദ്ധരാണെന്നും കശ്മീർ പോലീസ് IG VK ബിർഡി പറഞ്ഞു. കൊല്ലപ്പെട്ട 6 ഭീകരരിൽ ഒരാളായ ഷാഹിദ് കുട്ടെ ജർമ്മൻ വിനോദസഞ്ചാരികൾക്കെതിരെ ആക്രമണം നടത്തിയ സംഭവത്തിലും ഉൾപ്പെട്ടയാളാണ്. ഭീകരവാദത്തിന് ഫണ്ട് ലഭ്യമാക്കുന്ന പ്രവർത്തനത്തിലും ഇയാൾക്ക് പങ്കുണ്ടെന്ന് മേജർ ജനറൽ ധനഞ്ജയ് ജോഷി മാധ്യമങ്ങളോട് പറഞ്ഞു. दो मेजर टेररिस्ट अटैक में जिसमें कि हीरपुरा गांव के एक सरपंच को मारा गया था और एक रिजॉर्ट के ऊपर एक जर्मन टूरिस्ट को ऊपर अटैक हुआ था. इन दोनों में इन्वॉल्व था. बाकी फंड रेजिंग और बाकी एक्टिविटीज़ में इसका बड़ा हाथ था. മെയ് 14-ന് കെല്ലാറിലാണ് ആദ്യ ഓപ്പറേഷൻ നടന്നത്. ഭീകരർക്ക് വേണ്ടി നടത്തിയ വ്യാപകമായ തിരച്ചിലിനൊടുവിൽ 3 ഭീകരരെ സൈന്യം വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. തൊട്ടടുത്ത ദിവസം മെയ് 15-ന് ത്രാലിലും സമാനമായ രീതിയിലുള്ള ഓപ്പറേഷൻ നടന്നു. ഇതിലും 3 ഭീകരരെ സൈന്യം വധിച്ചു. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ജമ്മു കാശ്മീരിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് സൈന്യം. ഭീകരർക്കെതിരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും സൈന്യം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.